എന്നാണ് ഇന്നത്തെ മനോരമയുടെ ആ ഗവൺമെന്റിനെ നെഹ്റുവിനെ ഉപയോഗിച്ച് പിരിച്ചുവിട്ടപ്പോൾ കോട്ടയം തിരുനക്കര മൈതാനത്ത് ആ ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ വേണ്ടി നേതൃത്വം കൊടുക്കുക, സമരത്തിന് മുമ്പ് നിന്ന ഇന്നത്തെ മനോരമ പത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപര് കണ്ടത്തിൽ മാമൻ മാപ്പിള കോട്ടയം തിരുനക്കര മൈതാനി എന്നോട് പറഞ്ഞു, ഇനിയും മേലാൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരില്ല, വന്നാൽ ഞാൻ ഈ തിരുനക്കര മൈതാനത്ത് നിന്ന് വിഷം കുടിച്ചു മരിക്കും. 57 കഴിഞ്ഞ് 67 വന്നു, 67 വന്നു, പിന്നീട് 70 വന്നു, പിന്നെ 80 വന്നു, 87 വന്നു, വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. മാപ്പിള ചത്തത് റാഹേലമ്മയുടെ മടിയിൽ കിടന്ന് അമ്മൂലി ചപ്പിയ വിഷം കുടിച്ചത്. ഇത് കേരളത്തിന്റെ ചരിത്രം. ഞാൻ ആ ചരിത്രങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരെ വർണ്ണാധിപത്യത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തെ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവരികയും ആ ജനാധിപത്യം ഉമ്മൻചാണ്ടിയുടെയും എവിടെയാണ് ഞാൻ പറഞ്ഞത്, ഭരണകാലത്ത് ആ ജനാധിപത്യ ബോർഡ് എടുത്തു മാറ്റിയിട്ട് അവർ ആ പള്ളിക്കൂടത്തിന് മുമ്പിലൊട്ടിഞ്ഞു വെച്ചു പണാധിപത്യ വിദ്യാഭ്യാസ സമ്പ്രദായം. നന്നായി മനസ്സിലാക്കി പോണേ, പണമുള്ളവർ പഠിച്ചാൽ മതി. അങ്ങനെയാണ് കേരളത്തിൽ ധാരാളം